അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സന്തോഷമാണെന്ന് കരുതുന്നു. അല്ലാഹു നമുക്ക് സന്തോഷങ്ങളെ നിലനിർത്തി തരുമാറാവട്ടെ. വിശുദ്ധമായ റമളാൻ നമുക്കെല്ലാവർക്കും അനുകൂലമാക്കി അല്ലാഹു തആല സാക്ഷിയുള്ള സുന്ദരമായ മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മെ പെടുത്തി തരുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ നിങ്ങളോടൊന്ന് ചോദിച്ചോട്ടെ. എൻ്റെ ജീവിതത്തിലെ പല തീരുമാനങ്ങളും എടുക്കുന്നത് ഞാനല്ല, എൻ്റെ ചുറ്റുപാടുകളാണ്. എന്നെ പലരും പ്രേരിപ്പിച്ചിട്ടാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് എന്ന അഭിപ്രായം നിങ്ങൾക്കുണ്ടോ? എൻ്റെ ജീവിതത്തിലെ സുപ്രധാനമായ തീരുമാനങ്ങൾ അതല്ല, പല തീരുമാനങ്ങളും എടുക്കുന്നത് ഞാനല്ല, എൻ്റെ ചുറ്റുപാടുകളാണ് എന്ന അഭിപ്രായം നിങ്ങൾക്കുണ്ടോ? എന്നാൽ ഇന്നത് നിർത്തിക്കൊള്ളണം. അങ്ങനത്തെ ഒരു അഭിപ്രായം പാടില്ല. ഈ റമളാനിൽ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ ജീവിതത്തിലെ പല തീരുമാനങ്ങളും ഞാൻ അറിയാതെ എൻ്റെ ചുറ്റുപാടിനോട് സമരസപ്പെട്ട് ഞാൻ എടുക്കുന്നതാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഖബറിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ഉത്തരം പറയാൻ നിങ്ങളുടെ ചുറ്റുപാടുകൾ കൂടി നിന്നവർ വരില്ല. നാളെ മഹ്ശറയിൽ നിങ്ങളുടെ ചുറ്റുപാടുകൾ കൂടി നിന്നവർ വരില്ല നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ഉത്തരങ്ങൾ പറയാൻ. അതുകൊണ്ട് കൃത്യമായ ബോധത്തോടു കൂടിയിട്ട് വേണം നാം ഓരോ തീരുമാനങ്ങളും എടുക്കാൻ. എനിക്കറിഞ്ഞിരിക്കണം, ഞാൻ അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒരു തീരുമാനം ഉണ്ടാകാൻ പാടില്ല. ഞാൻ അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒരു പ്രവർത്തനം ഉണ്ടാകരുത്. ഞാൻ അറിയാതുണ്ടായ പ്രവർത്തനങ്ങളാണ് എന്ന് പറയുന്നിടത്ത് നിന്ന് നാം തെറ്റുകാരായിരിക്കുന്നു. എനിക്കറിയില്ല, എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്, എന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ്, എന്നെ സമ്മർദ്ദപ്പെടുത്തിയതാണ്. പാടില്ല. നാളെ ഖബറിൽ നിങ്ങളുടെ സമ്മർദ്ദപ്പെടുത്താൻ അവർ വരുമോ? നിങ്ങളെ നാളെ മഹ്ശറയിൽ നിങ്ങളോടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ അവർ വരുമോ? ഇല്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ ജീവിതത്തിലെ തീരുമാനങ്ങൾ, എൻ്റെ ജീവിതത്തിലെ പ്രവർത്തനങ്ങൾ കൃത്യമായി ഞാൻ മനസ്സിലാക്കണം. കാരണം നാളെ റബ്ബിന്റെ മുമ്പിൽ സമാധാനം പറയേണ്ടത് ഞാനാണ് നാളെ റബ്ബിന്റെ മുമ്പിൽ സമാധാനം പറയേണ്ടത്. അള്ളാഹു നമ്മളോട് ചോദിക്കൂലേ, നിനക്ക് വിജയിക്കാനുള്ള മുഴുവൻ കഴിവുകളും ശേഷികളും മുഴുവൻ സംവിധാനങ്ങളും ചിന്തകളും നിന്നിൽ ഞാൻ തന്നിട്ട് എന്തുകൊണ്ട് പ്രവർത്തിച്ചില്ല എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ എന്താ മറുപടിയുള്ളത്? എൻ്റെ ചുറ്റുപാടുകൾ എന്നോട് പ്രവർത്തിക്കേണ്ട എന്ന് ആവശ്യപ്പെട്ടു എന്നോ? ആ ചോദ്യത്തിന്റെ മുമ്പിൽ തലകുനിച്ച് നിന്ന് വിയർക്കുകയല്ലാതെ വേറെന്തുത്തരമാണ് പ്രിയപ്പെട്ടവരെ നമുക്കുള്ളത്? അതുകൊണ്ട് ഇനി മേലിൽ നാം ഒരിക്കലും പറഞ്ഞു പോകരുത്, ഞാൻ അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഇന്നത് നടന്നു. പറയരുത്, തെറ്റാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ വിജയിക്കണോ, ഓരോ ചുവടുവെപ്പുകളും ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്യണം, നാം അറിഞ്ഞുകൊണ്ട് ചെയ്യണം. കാരണം ഈ ചുവടുവെപ്പുകൾക്ക് പ്രപഞ്ചാധികാരിയുടെ മുമ്പിൽ ഞാൻ മറുപടി പറയേണ്ടുന്ന ഉത്തരവാദിത്വം എനിക്കുണ്ട് എന്ന ബോധമുണ്ടാകണം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതത്തിന്റെ ഉത്തരവാദിത്വം എനിക്കാണ്, മറ്റുള്ളവർക്കല്ല. എൻ്റെ ജീവിതത്തിന്റെ ഉത്തരവാദിത്വം എന്നെയാണ് റബ്ബേൽപ്പിച്ചിരിക്കുന്നത്, എന്നോടാണ് ചോദിക്കുന്നത്. എൻ്റെ ഖബറിൽ മറുപടി പറയാൻ മറ്റൊരാളും വരില്ല എന്ന പരിപൂർണ ബോധം എനിക്കുണ്ടായിരിക്കണം. ഇതിന്റെ അർത്ഥം നമ്മൾ മറ്റുള്ളവരോട് അഭിപ്രായം ചോദിക്കണ്ട എന്നല്ല. നാം മറ്റുള്ളവരോട് അഭിപ്രായം ചോദിച്ച് ആ അഭിപ്രായത്തിൽ നിന്ന് നല്ലത് സ്വീകരിക്കാനുള്ള ബുദ്ധിയും വിവേകവും അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. അതേസമയം മറ്റുള്ളവരുടെ സമ്മർദ്ദത്തിൽ നമ്മൾ പെട്ടുപോകല്ല.
അങ്ങനെ മറ്റുള്ളവരുടെ സമ്മർദ്ദത്തിൽ പെട്ടുപോയി നാം തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ നാം പരാജയപ്പെട്ടു പോകുമെന്ന് ആവർത്തിച്ചോർമ്മപ്പെടുത്തുന്നു. പടച്ച റബ്ബ് നമുക്ക് വിജയങ്ങൾ നിത്യമാക്കി തരുമാറാവട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം.